ഇവിടെ ബൂക്കാൻ ബോയ്സ് അവതരിപ്പിക്കുന്ന സാന്റാക്ലോസ് എന്താണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് പുള്ളിക്കാരെ ക്രിസ്മസിന് വരുന്നത്? മാവേലി എന്തുകൊണ്ടാണ് വരുന്നത്? ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എന്തുവാ? ക്രിസ്മസ്. യെസ് ഗൈസ്, ന്യൂ ഇയർ, ക്രിസ്മസ്. അപ്പൊ ഓണത്തിന് അത്തക്കൾ ഇടുന്ന പോലെ നമ്മള് ക്രിസ്മസിന് സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും നമ്മള് ഞാനിങ്ങനെ പിടിച്ചു നിർത്തണം. ഇവിടെ സ്വന്തം കാര്യം നിക്കടി. അപ്പൊ ഇന്ന് നമ്മള് പുൽക്കൂട് നിർമ്മിക്കാൻ 2 ദിവസം സ്കൂളിൽ പോലും പോവാതെ, അതായത് നമ്മൾ 2 ദിവസമായിട്ട് ഇത് റെഡിയാക്കണം എന്ന് പറയായിരുന്നു. 2 days ലീവ് എടുത്തു ഇതിനു വേണ്ടി. അതുകൊണ്ട് 3ാമത്തെ ദിവസമാണ് പരിപാടി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഇത് സെറ്റ് ആക്കുന്നത് 6 മണിക്കാണ്. പിന്നെ എന്തിനാണ് ഇന്ന് ലീവ് എടുത്തത്? പറഞ്ഞ കാര്യമില്ല, വെറുതെ സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ. അപ്പൊ ആമിച്ച നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ അതിനുള്ള ആദ്യത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മള് ലാസ്റ്റ് ഇയർ പുൽക്കോട് നിർമ്മിച്ചപ്പോ ഉണ്ടായ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചു തന്നെ. അതിനാണ് നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ ക്രിസ്മസിന് മെയിൻ ആയിട്ട് നമ്മള് വൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് കേക്ക് സെറ്റ് ചെയ്യണം. വൈനിട്ടിട്ട് എത്ര ദിവസമായി അറിയോ? 4 സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ട്രീ ഉണ്ട്, ട്രീക്കകത്ത് ഇടാനുള്ള കുറച്ച് സാധനങ്ങൾ. ക്രിസ്മസിന്റെ പ്രത്യേകത ഉണ്ണി യേശു പറഞ്ഞ ദിവസം. എനിക്ക് ഞാൻ ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് കണ്ടല്ലേ, അത് പെട്ടെന്ന് ഉയർപ്പും ജനനവും. തിരിച്ചിടാത് മറ്റേ കരടിയും മരത്തിലും മുതുകി എറിയില്ലേ, അതേപോലെ ഇരുന്ന് വരച്ചോണ്ടിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൂക്കളമിട്ടല്ലോ ക്രിസ്മസിനാ ഉണ്ണീശുവിന്റെ വീടുണ്ടാക്കാം. കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശു ജനിച്ചത്. കോപ്പിറൈറ്റ് കിട്ടും. കഴിഞ്ഞ ദിവസം കൊമ്പാത്തി ഒന്ന് മൂളിയനാ. ലൈവ് ഫുള്ള് കോപ്പിറൈറ്റ് ആണ്. യൂട്യൂബ് അടിക്കും. കച്ചിക്കകത്താണ് ഫുള്ള് കൊതുകണ്ടോ? ആ ഒറിജിനാലിറ്റി നമ്മള് വീടോ ആരുടെ? പുൽക്കോട് ഇതാണ് യേശുവിന്റെ വീട്. ഇത് തൊഴുത്താണ്. സ്വന്തമായിട്ട് വീടില്ലാതെ കൂട്ടി കിടന്ന് ജനിച്ചതിന് ഈശോയ്ക്ക് നല്ല ഇതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വീടെന്നേ പറയത്തുള്ളൂ. പുൽക്കോട് എന്ന് അറിയില്ലല്ലോ. അങ്ങനെ താഴ്ത്തി കെട്ടല്ലേ നിങ്ങള്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർ. അപ്പൊ ഇത് ആദ്യം കത്തുമില്ല എന്നുള്ളത് നമുക്ക് നോക്കണം. അതിന് ഇവിടെ പ്ലഗ് നല്ല സ്റ്റാറാണ്, നല്ല തിളക്കമുണ്ട്. കുത്തി നോക്കാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് മാറിയില്ല. കത്തി ബാക്കി ഇവൻ കത്തിയില്ല. ഓരോ ഡിസൈനാണ് നമുക്ക് പടപട. ഇത് പഠിച്ചു. തിളങ്ങുന്ന ഇതാണെങ്കിലും എന്റെ കണ്ണിൽ തിളങ്ങുന്ന ഇതാ. ആണല്ലേ? ഇതെന്താ കാണിക്കുന്നേ? തലയിൽ വെക്കാൻ. ഉണ്ണിയേശുവേ ഇത്ര ആഡംബരമായിട്ടൊന്നും അല്ല ഇതായേ. ഇതൊക്കെ ക്രിസ്മസ് ട്രീയിൽ ചുറ്റാനുള്ള കാര്യങ്ങളല്ലേ? അതിലെങ്ങനെ ചുറ്റുന്നേ? അതിന് മുകളിലല്ല, ഇത് താഴെ ചുറ്റുന്ന. ഇങ്ങനെ 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 ഒരു ക്രിസ്മസ് ട്രീ വേണമെങ്കിൽ വെക്കാം ഒരു ഷോയ്ക്ക്. എഴുന്നിട്ട് പണിയെടുക്ക. കീ കൊടുക്കുന്ന പാവേ. കൊമ്പാച്ചൻ പോയി കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ മാനൊക്കെ ഇത് ഉണ്ട്. ഇത് ഒറിജിനാലിറ്റി ഇല്ലല്ലേ? പിടിച്ചിട്ടോ കാട്ടി പോയിട്ട് ഇതെന്താ കല്യാണം? ഇടുക്കിയിലൊക്കെ ഇങ്ങനെയാണ് ക്രിസ്മസ്. 2-3 തബല എടുത്ത് പെറുക്കിയിട്ട് 10 കൊതുകിനെ കൊന്നാൽ 10 രൂപ ഫ്രീ. ഇല്ല, കൊതുകൾക്ക് അതിന്റെ അകത്ത് വേണ്ട സാധനം. എല്ലാ കൊതുകിനോട് അകത്തേക്ക് ഇരിക്കാൻ പറ. വേണ്ട മെയിൻ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തെ രൂപങ്ങളാ. പക്ഷെ അത് കണ്ടു അതവിടെ ഇതൊക്കെ ഇവിടെ വെക്കേണ്ടത് സാധനങ്ങളാ. ഇപ്പൊ കാണിച്ചുതരാം. അങ്ങനെ നമ്മള് ക്രിസ്മസ് ദിനത്തിൽ അവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. അതെ, ഇവിടെ കല്യാണത്തിന്റെ ഷൂട്ട് ചെയ്യാനല്ല ഇത് ഇതാ കാണിക്കണ്ടേ. നമ്മളെല്ലാം ഉണ്ണീശനെ ഫേസ് ചെയ്ത് വെക്കണം. പക്ഷെ ഉണ്ണീശ പറന്ന് വരെ കാക്ക ഇങ്ങനെ നോക്കുന്നൊരു സാധനമാണ്. അതിന്റെ ഓർഡർ പറ്റിച്ചാൽ നിന്റെ തല പൊട്ടിക്കും.
ബ്രോ മട്ടൺ ഉണ്ടോ? ഇപ്പൊ താഴെ വെച്ച പുള്ളിന്ന് ഇപ്പൊ താഴെ വീണ് പൊടിഞ്ഞു പോയ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതെന്തിനാ ഇത്? ബ്രോ എന്റെ കല്യാണം കഴിഞ്ഞത് ഓ വൈബ്. അപ്പോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ക്രിസ്മസിന്റെ പരിപാടിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പുൽക്കൂടൊക്കെ റെഡിയാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, പടവടാണ് പുൽക്കൂട് വരുന്നത്. ലൈറ്റിലെ കത്തുക. മിക്കവാറും എല്ലാവരുടെ കത്തിട്ട് ഓണാകുമ്പോൾ ഫ്യൂസ്. ഇവിടെ ബൂട്ട് ക്യാമ്പ് വോയിസ് അവതരിപ്പിക്കുന്ന ക്രിസ്മസ് കരോൾ ഗാനമേള. അതെ, ആദ്യമായി സ്റ്റേജിലേക്ക് നമ്മുടെ സ്വന്തം ചാർലി ബി സി ബി ബൾബൊക്കെ ഇട്ട് കത്തിക്കണ്ടേ? എന്താ ഇത്? പിന്നെ വേറെ കാര്യം കേസ് എനിക്ക് പറയാനുള്ളത്, നമ്മളിതൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി വിളിച്ചത് ആമീസാണ്. വേറെ ആമീസ് നൈസായിട്ട് ഇവിടുന്ന് അതാണ് ആമീസ്. അത് ആമീസിന്റെ നിർബന്ധപ്രകാരം നമ്മൾ ഉണ്ണീഷൻ ഇപ്പൊ തന്നെ വെച്ചു. ഉണ്ണീഷ് 25-ാം തീയതി ജനിക്കുന്നുണ്ടോ? ഇതെവിടെ കുത്തും? അപ്പൊ കഥ എങ്ങനെ കണ്ടിന്യൂഷൻ ആവും? ആദ്യമേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇത് എന്തോ ഈ പുള്ളിക്കാരന് രാജാവാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരന് ഒരു ഇത് വേണം. ഇവിടെ കത്തിച്ചു പോകുമ്പോ പുൽക്കൂടൊക്കെ സെറ്റ് ഇനി ക്രിസ്മസ് ട്രീ കൂടി സെറ്റ് ആയി. അത് ടോം പിന്നെ സ്റ്റാർ വാങ്ങുമ്പോ ഇതുപോലെ LED സ്റ്റാർ വാങ്ങാം. അതാകുമ്പോ എല്ലാ കൊല്ലം യൂസ് ചെയ്യാം. പേപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ പൊടി പിടിച്ച് നാശായി പോകും. നമുക്ക് മധുരത്തിപ്പോ തള്ളി പറിച്ചിടും. ഉൾപ്പരിയാണോ? നമ്മളെന്തായാലും ജിമ്മിൽ പോകണ്ടല്ലോ ഗൈസ്. അപ്പൊ നാളെ ജിമ്മ് ലീവ് ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ എക്സ്ക്യൂസ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഉൾപ്പരിയാണെന്നൊക്കെ. ഉള്ളിൽ അത്ര പനി, പുറത്തില്ല. പനി എന്നുള്ള സാധനമുണ്ട്. ഉള്ളിൽ വിളിച്ചല്ല, ആ രണ്ട് ഉള്ളിൽ കൂടെ ഇട്ടല്ലോ. ഈ സാധനം ഈസ്റ്റർ അല്ല, വിഷു. ബ്രോ ട്രീ ചെറുതായി പോകുന്ന ഡൗട്ട്, അതുകൊണ്ട് തന്നെ മേലെ കയറ്റി വെച്ചാലോ ഒരു ഡിസ്കോ ലൈറ്റ് കൂടി കാണായിരുന്നു. ഇതിനകത്താ ക്രിസ്മസ് അപ്പാപ്പൻ വരുന്നത്. ഓർമ്മത്തില്ല. എടി നമുക്ക് ക്രിസ്മസ് അപ്പാപ്പനെ കൊണ്ട് നമുക്ക് കരോൾ എടുക്കാം. പ്ലം കേക്ക്. ഈ ശബ്ദമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ശബ്ദം വെളി കേട്ടാ ക്രിസ്മസ് അപ്പാപ്പനാന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ കുർവാസംഘം വന്നിട്ട് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ നിങ്ങളുടെ വീട്ടിലെല്ലാരും പുൽക്കൂട് കെട്ടിയെന്ന് പുൽക്കൂട് സെറ്റാക്കാനായിട്ട് നോക്കുക. ഇനി സമയം കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത് വരിക 25-ാം തീയതിയാണ് പരിപാടി. ഇത് ആൾക്കാരെ തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് കുറെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ പലർക്കും വല്ല ടൈമില്ല. 25 ആളുകൾ. അപ്പൊ എല്ലാരും വരും കേസ്. ഇപ്പൊ കുറച്ച് ടൈം ആയിട്ടില്ലല്ലോ. കാണിക്കണേ സാന്റാക്ലോസ് ഒക്കെ ഇപ്പഴേ വന്നിരിക്കുക. സത്യം പറയാ സാന്റാക്ലോസ് എന്താ എനിക്കറിയാം കേട്ടോ. എന്തുകൊണ്ടാണ് പുള്ളിക്കാരെ ക്രിസ്മസിന് വരുന്നത്? മാവേലി എന്തുകൊണ്ടാ വരുന്നത്? ഓണത്തിനോ? അത് മറ്റേ പുള്ളിക്കാരൻ മാവേലി താഴ്ത്തിയ അത് മാവേലിയുടെ ദിവസം പറയാം. ക്രിസ്മസിന് അപ്പാപ്പന്റെ റോളില്ല. പിന്നെ ആര് ഗിഫ്റ്റ് കൊടുക്കും? ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ മാവേലിയുടെ ദിവസം എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അത് മാവേലിയുടെ ദിവസമാണ്. മറ്റേ പുള്ളിക്കാരൻ ചവിട്ടി താത്തിയിട്ട് പൊങ്ങി വരുന്ന സംഭവം ഇത് ഓണം. പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് ക്രിസ്മസിന് അപ്പൂപ്പൻ വരുന്നത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറയാം. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും ഫുള്ള് കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കരോള് ഉണ്ട്, കരോളുണ്ട്, കേക്ക് ഉണ്ട്, വൈൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത വ്ലോഗിൽ നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന്